കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ 10-ാം ദിവസം 25/5/2024 ശനിയാഴ്ച ദിവസം. സാധാരണ പോലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഓഫീസിലെത്തി ജോലിക്ക് കയറി. അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഓഫീസിൽ ജോലി വളരെ കുറവായിരുന്നു. ചുമ്മാ വെറുതെ ഇരിപ്പായിരുന്നു കൂടുതലും. റാസിക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ആലോചനകൾ കൂടും. കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. ഇവനക്ക് നല്ല സപ്പോർട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അയാൾ അവളുമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ഫ്രണ്ടുണ്ട്. അവനാണെങ്കിലോ അവനും അതേപോലെ തന്നെ അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ അവനക്ക് അവൻ്റെ സാറയെ ഓർമ്മ വന്നു. സാറ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആകെ ഫീലിംഗ് ആയി അതൊക്കെ കാണുമ്പോൾ. എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സമയം പോണതറിയില്ല. അപ്പോൾ നമുക്ക് ആലോചിക്കാനും ഉണ്ടാവില്ല. ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ആലോചനകൾ കൂടും. അതാണ് പ്രശ്നം. എന്തായാലും ഒക്കെ ശരിയാവും. സമയം എങ്ങനെയൊക്കെ 1 മണിയായപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ച് ഓഫീസിലെത്തി. ഞാനൊരു കാര്യം ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് അത്. ഏതൊരു മനുഷ്യനാവട്ടെ, ആണോ പെണ്ണോ ആരോ ആവട്ടെ, അവർ ഒരുപാട് കാലം സ്നേഹിച്ച് അവർക്ക് ചിലപ്പം മതിയാവുമ്പോൾ അവർ പറയും ഇനി എല്ലാം മറക്കണം, ഇനി നമുക്ക് ഇത് വേണ്ട, ഇത് നമുക്ക് പിരിയാം എന്നൊക്കെ പറഞ്ഞു പോകും. എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. അവർ രണ്ടുപേരും അത്ര കാലം സ്നേഹിച്ചത് യഥാർത്ഥ സ്നേഹമാവില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സാറയുടെയും റാസിയുടെയും സ്നേഹം. കാരണം അവർ തമ്മിൽ ഉണ്ടായ മുഹൂർത്തങ്ങൾ, അവർ തമ്മിലുണ്ടായ അനുഭവങ്ങൾ എല്ലാം വീണ്ടും റിപ്പീറ്റായി അവനക്കൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ അവൻ ഓട്ടോമാറ്റിക് അത് ഓർത്തു പോകും. ഒരു ദിവസം സാറ പറയുകയുണ്ടായി, ഞാൻ പ്രേമലു സിനിമ കാണുമ്പോൾ നീ അന്ന് എന്നോട് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു എന്ന്. ശരിയാണ്, അത് അവളുടെ മനസ്സിൽ റാസി ഉള്ളത് കൊണ്ടാണത്. അതുപോലെ തന്നെ റാസി എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇതുപോലത്തെ ഒരനുഭവങ്ങൾ റാസിക്കും ഉണ്ടാവാറുണ്ട്. അതൊക്കെ മനസ്സിൽ സ്നേഹമുള്ളവർക്കുണ്ടാകും. അതൊന്നും വരാത്തവർ യഥാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ റാസിയുടെ കാര്യം തന്നെ ആവട്ടെ, എന്തൊരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതല്ല എന്തൊരു പ്രവർത്തനത്തിൽ അവൻ ഏർപ്പെടുകയാണെങ്കിൽ എങ്ങനെയായാലും സാറയുടെ ഒരു ഓർമ്മ അവൻ്റെ മനസ്സിൽ കയറിയെത്തും. കാരണം അവൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അവൻ സാറയോട് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാവാം അത്. അതേപോലെ തന്നെയാണ് സാറക്കും. സാറയുടെ ലൈഫിൽ ഇനിയൊന്നും പറയാൻ ബാക്കിയില്ലാത്ത എല്ലാ കാര്യങ്ങളും റാസിയോട് ഷെയർ ചെയ്യാറുണ്ട്. അവർ തമ്മിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് ഇതെല്ലാം ഓർമ്മ വരുന്നത്. ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരിക്കലും സാറയുടെയും റാസിയുടെയും പോലത്തെ സ്നേഹമൊന്നും ഒരിക്കലും കാണാൻ കുറവാണ്. ഇപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും ഒരു ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 ദിവസം കാക്കും, അല്ലെങ്കിൽ 15 ദിവസം കാക്കും. അത് കഴിഞ്ഞാൽ ഓക്കെ, ഓര് വരുന്നില്ല, നമുക്ക് വേറെ നോക്കാം എന്ന മൈൻഡ് കൊടുക്കാൻ അവർ വേറെ രണ്ടാളും 2 വഴിക്ക് പോകും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ ആകില്ല സാറയുടെയും റാസയുടെയും. എത്ര കാലം അവനക്ക് ജീവനുണ്ടോ അതുവരെക്കും അവൻ്റെ മനസ്സിൽ അവളുണ്ടാവും. അതേപോലെ തന്നെ ആയിരിക്കും സാറക്കും. അങ്ങനെ സമയം വൈകുന്നേരമായി. അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി റൂമിലെത്തി ഒന്ന് ഫ്രഷായി നേരെ അവൻ ഗ്രൗണ്ടിലേക്ക്. അവിടെ നിന്ന് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലെത്തി. അങ്ങനെ സാറയുമായി ഉണ്ടായിരുന്ന ഓരോരോ നിമിഷങ്ങളും അവനിങ്ങനെ ആലോചിച്ചിരുന്നു. അങ്ങനെ സാറ വീണ്ടും പഴയയിലും ഉഷാറായി തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അന്നത്തെ ആ ഒരു ദിവസം കടന്നുപോയി.